പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മറ്റു കുട്ടികളൊന്നും കൂട്ടാതെ ഞാൻ എൻ്റെ കിറ്റ് എടുത്ത് വരും. ഞാൻ എൻ്റെ കിറ്റ് എടുത്ത് വന്ന് ഞങ്ങൾ പാഡ് ചെയ്തിട്ട് റോട്ടിൽ, ഞങ്ങൾ ആ വിഘ്നേഷിൻ്റെ വീടിൻ്റെ അവിടെ പോകുന്ന ഒരു റോഡുണ്ട്, ആ റോഡിൽ ഞങ്ങൾ എന്ത് ചെയ്യും, സ്റ്റിച്ച് ബോർഡിൽ വെറുതെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഈ പാഡും ഇതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവനെ വിജയൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ എൻ്റെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ആൾ വളരെ ചെറിയ ഒരു കുട്ടിയാണ്, പക്ഷേ നല്ല ടാലൻറ്റഡ് ആണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്, അപ്പോൾ ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിഘ്നേഷിൻ്റെ അടുത്തും അവൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ ഓക്കെ, നീ കൊണ്ടുപോകും വരുമൊക്കെ ആണെങ്കിൽ എന്നുള്ളൊരു നിബന്ധനയിൽ ഓരെന്ത് ചെയ്തു, വിട്ടുതന്നു. എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും അവരൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വിട്ടുതന്നു. അങ്ങനെയാണ് കോച്ചിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അതാണ് ഒരു ടേണിംഗ് പോയിന്റ് ആകുന്നത്. അതെ 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 അതെ. ഒരൊറ്റ IPL മത്സരത്തിലൂടെ മലയാളികളുടെയും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുടെയും ഇഷ്ട താരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള വിഘ്നേഷ് പുത്തൂർ. വിഘ്നേഷിനെ ഈ പ്രൊഫഷണൽ ക്രിക്കറ്റ് രംഗത്തേക്ക് കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനും സുഹൃത്തുമായ ഒരാൾക്ക് പങ്കുണ്ടെന്ന് വിഘ്നേഷും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളൊക്കെ പറയുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ പഴയകാല ബാല്യകാല സുഹൃത്തും കൂടെ കളിച്ചിരുന്ന ഷെരീഫ് എന്ന വ്യക്തിയായിരുന്നു. ഷെരീഫ് ഇപ്പോൾ ഒരു ഉസ്താദാണ്, ഷെരീഫ് ഉസ്താദ്. ആ ഷെരീഫ് ഉസ്താദാണ് ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരുന്നത്. ഈ വിഘ്നേഷിനുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? അയൽവാസികളായിട്ടാണോ? അന്ന് ചെറുപ്പം മുതൽ കളിച്ച് നടന്നിരുന്ന ആ സമയത്തുള്ളൊരു ബന്ധമാണ്? അതെ, ഞങ്ങൾ അയൽവാസികളാണ്. പിന്നെ അയൽവാസി എന്നുള്ള അപ്പുറത്തേക്ക് ഞങ്ങൾ കളിക്കൂട്ടുകാരായിരുന്നു, ഒപ്പം കളിച്ചുകൊണ്ടിരുന്നിരുന്ന ആളുകളായിരുന്നു. ആ സമയത്ത് തന്നെ ഈ വിഘ്നേഷിൽ ഇത്ര നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ അങ്ങനെ ഒരു ഇതിലൊന്നും അല്ലായിരുന്നു കളിച്ചിരുന്നത്. ഞങ്ങൾ സാധാരണ കളിക്കുന്ന ഒരു രൂപം, അത് ഞങ്ങൾ ചിലപ്പോൾ എന്തൊരു വ്യത്യസ്തത അന്ന് തോന്നിയിരുന്നത്? അതായത് ഞാൻ ക്യാമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ആ ക്യാമ്പിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സംഗതികളുണ്ട്. അപ്പോൾ ഓരോ സംഗതികൾ, ഇപ്പോൾ കൈ നീർത്തി എറിയാനാണെങ്കിലും, ബോൾ ഫ്രണ്ടിൽ വന്നാൽ ഫ്രണ്ട് ഫുട്ടിലും, ബാക്കിൽ വന്നാൽ ബാക്ക് ഫുട്ടും, ഷോർട്ട് ബോളൊക്കെ വന്നാൽ ബാക്ക് ഫുട്ടിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായൊരു കോച്ചിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പഠിക്കുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പോൾ പലതും നമ്മൾ അവിടെ നിന്നാണ് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നിട്ട് നമ്മൾ കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോൾ മറ്റെല്ലാവരും ബോൾ ചെയ്യുമ്പോൾ എറിയലായിരിക്കും, ഇപ്പോൾ കൃത്യമായിട്ട് അടിക്കാനോ അതിലൊന്നുമില്ല, ഒരു സുമാറ് കളികളായിരിക്കും. പക്ഷേ പിന്നെ ഇവൻ കൃത്യമായിട്ട് വന്നൊരു മീഡിയം ബേസ് ലെവലിൽ നല്ല ബോൾ കൈ നീർത്തി എറിയും. അതുപോലെ തന്നെ ബോൾ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ തട്ടും, അത് ബാക്ക് ഫുട്ടിൽ ഇറങ്ങിയിട്ട് അങ്ങനെ തട്ടും. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി, ഇവനെ ഒന്നും പഠിക്കാതെ ഈ 10ാമത്തെ 11ാമത്തെ വയസ്സിൽ ഇവൻ ഇങ്ങനെ കളിക്കുന്നു എന്നുള്ളത്. അവിടെ നിന്നാണ് ഒരു സ്പാർക്ക് തോന്നിയത്. അതെ, തീർച്ചയായും. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മറ്റു കുട്ടികളൊന്നും കൂട്ടാതെ ഞാൻ എൻ്റെ കിറ്റ് എടുത്ത് വരും. ഞാൻ എൻ്റെ കിറ്റ് എടുത്ത് വന്ന് ഞങ്ങൾ പാഡ് ചെയ്തിട്ട് റോട്ടിൽ, ഞങ്ങൾ ആ വിഘ്നേഷിൻ്റെ വീടിൻ്റെ അവിടെ പോകുന്ന ഒരു റോഡുണ്ട്, ആ റോഡിൽ ഞങ്ങൾ എന്ത് ചെയ്യും, സ്റ്റിച്ച് ബോർഡിൽ വെറുതെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഈ പാഡും ഇതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവനെ വിജയൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ എൻ്റെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ആൾ വളരെ ചെറിയ ഒരു കുട്ടിയാണ്, പക്ഷേ നല്ല ടാലൻറ്റഡ് ആണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്, അപ്പോൾ ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിഘ്നേഷിൻ്റെ അടുത്തും അവൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ ഓക്കെ, നീ കൊണ്ടുപോകും വരുമൊക്കെ ആണെങ്കിൽ എന്നുള്ളൊരു നിബന്ധനയിൽ ഓരെന്ത് ചെയ്തു, വിട്ടുതന്നു. എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും അവരൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വിട്ടുതന്നു. അങ്ങനെയാണ് കോച്ചിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അതാണ് ഒരു ടേണിംഗ് പോയിന്റ് ആകുന്നത്. അതെ 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 അതെ. അത് പിന്നെ അത് മാത്രമല്ല, ഓനിലൊരു വെറൈറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അവന് ചൈനവൻ ബോളിംഗ് ആയിരുന്നു. അതാണ് ഇപ്പോഴും വ്യത്യസ്തമാക്കി. അതെ, അതന്ന് ഞാനൊരു ലെഗ് സ്പിന്നർ ആവാനായിരുന്നു എനിക്കിഷ്ടം. ഞാൻ ലെഗ് സ്പിന്ന് കുറേ പരീക്ഷിച്ച് നോക്കി, പക്ഷേ എനിക്ക് നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചെടുത്തിരുന്നു. അപ്പോൾ ഇവൻ ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് ഇടത് കൈ കൊണ്ട് ലെഗ് സ്പിന്നർ ചെയ്യുന്ന ആളുകളില്ല. അന്നൊരു ഓസ്ട്രേലിയയുടെ ഹോഗ് മാത്രം ഒരു ബൗളറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇത് ഇങ്ങനെ എറിഞ്ഞു നോക്ക്, ഇത് ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ റൈറ്റ് ഹാൻഡ് കൊണ്ട് എറിയുന്ന അതേ ടെക്നിക്ക് ഞാൻ അവനിങ്ങനെ പറഞ്ഞു കൊടുത്തു. ഈ മറ്റേ മോതിരവിരൽ കൊണ്ട് തിരിച്ചറിയുന്ന രൂപങ്ങളൊക്കെ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു. അവനത് ഞാൻ പറഞ്ഞതിനേക്കാൾ നന്നായിട്ട് ഭംഗിയായിട്ട് അവനത് ചെയ്തു. പിന്നെ ആ ചെയ്ത് തന്നെ അവൻ ക്യാമ്പിൽ വന്നപ്പോൾ സാറത് കണ്ട്, പിന്നെ സാറ് നല്ല കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആ ഒരു 2-3 വർഷം അവൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. ആ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ഒപ്പമാണ് പോക്ക്. ഒന്നെങ്കിൽ എൻ്റെ ബൈക്ക് ഉണ്ടാകും, അതിൽ ഞങ്ങൾ പോകും, അതല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പിന്നെ ഓട്ടോ ഉണ്ടാകും, ആ ഓട്ടോയിൽ ഞങ്ങൾ ക്യാമ്പിന് പോകും. അവൻ അങ്ങനെ അണ്ടർ 40, 60 ഇതിലൊക്കെ കളിച്ചു. ഞാൻ അണ്ടർ 90 2 വർഷം കളിച്ചു. പിന്നെ ഞാൻ അത്ര വലിയ പെർഫോമൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ക്രിക്കറ്റ് ഒഴിവാക്കേണ്ടി വന്നു. എത്ര വർഷം മുന്നെയാണ് ഈ നിങ്ങൾ ഒരുമിച്ച് കളിക്കുന്നതൊക്കെ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13-14 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളിങ്ങനെ കളിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൃത്യമായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല, പക്ഷേ 14 വർഷമോ 13 വർഷമാണ്. അന്നത്തെ ആ ബോളിംഗ് ഒരു പക്ഷേ ഇന്നിപ്പം പ്രമുഖരായ താരങ്ങൾ വരെ വിക്കറ്റ് വീഴ്ത്തി ആണ് ഇപ്പം അവന് സ്റ്റാർ ആയിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? അന്ന് പറഞ്ഞു കൊടുത്ത
അതെ, വളരെ സന്തോഷം തോന്നുന്നു. പിന്നെ അങ്ങനെ ഒരു ലെവലിലെത്തി എന്നുള്ളത്. പിന്നെ എനിക്ക് അവനെ എന്താ ചെയ്തതെന്നുള്ളത് കാണാൻ പറ്റിയിട്ടില്ല. അവൻ്റെ ഓവറുകളും മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പള്ളിയിലായതുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കതിന് പറ്റുള്ളൂ. നമ്മൾ മതപരമായിട്ടുള്ള ചില ചട്ടക്കൂടുകൾ അതിലുണ്ട്. വേറൊന്നുമല്ല, പള്ളിയിൽ ഇരുന്നു കൊണ്ട് കാണാൻ പറ്റുകയില്ല എന്നുള്ള നമ്മൾ നിയ്യത്താക്കിയതാണ്. ഈ 10 ദിവസം നമ്മളിങ്ങനെ ഭജനം ഇരിക്കുക എന്നുള്ള നിലക്ക് നിയ്യത്താക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനത്തെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇതാകണ്ടെന്ന് കരുതിയിട്ട് തൽക്കാലം ഒന്ന് മാറി നിൽക്കുകയാണ്. വിഘ്നേഷിൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ പ്രകാരം അന്ന് താങ്കളും നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. പിന്നീട് എപ്പോഴാണ് ഈ ക്രിക്കറ്റിൽ നിന്ന് ആത്മീയതയിലേക്കുള്ളൊരു മാറ്റം വന്നത്? അത് ഒരു 18-19 വയസ്സായപ്പോഴേക്ക് എനിക്ക് പെർഫോമൻസ് ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ക്രിക്കറ്റ് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ദുആയിലൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ പ്രാർത്ഥനയിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് പിന്നെ ഇതിലേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വഴിയിലേക്ക് കിട്ടണേ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ റബ്ബെന്നെ ഈ മതപഠനവുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു വഴിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ക്രിക്കറ്റ് മനസ്സിലുണ്ടോ? ക്രിക്കറ്റുമായി തീർച്ചയായും ഞാൻ ഈ സീസണിലും 4 കളി എ ഡിവിഷനിൽ 45 ഓവേഴ്സ് ഞാൻ ഈ സീസണിലും ഞാൻ കളിച്ചിട്ടുണ്ട്. കളിയൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കില്ല. നമ്മളെ പ്രമുഖമായ ഒരു ഫോക്കസ് കളിയായിട്ടില്ല എന്നേ ഉള്ളൂ. കളിക്കാത്ത ആളുകളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതൊരാളാണെങ്കിലും കളിക്കും. കളിച്ചിട്ടില്ലെങ്കിൽ ചില ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ അന്ന് കാണിച്ചു കൊടുത്ത ടേണിംഗ് പോയിൻ്റ് വഴി ഇന്നിപ്പം വിഘ്നേഷ് നല്ലൊരു പോസ്റ്റ് IPL നല്ലൊരു മത്സരത്തിൽ ആദ്യത്തെ മത്സരത്തിന് വളരെ മികച്ചൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ള നല്ലൊരു പോസ്റ്റിങ്ങിലേക്ക് എത്തുകയാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ? അതെ, തീർച്ചയായും വളരെ സന്തോഷം തോന്നുന്നു. അവൻ ഇങ്ങനെ ഒരു ലെവലിൽ എത്തുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ അവൻ്റെ വീട്ടിലിരുന്നിട്ടൊക്കെ നമ്മൾ കളി കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് കളി കണ്ട ആളുകളുടെ കൂടെയൊക്കെയാണ് ഇപ്പോൾ അവന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ താരങ്ങളൊക്കെ ഇപ്പോൾ വന്ന് അഭിനന്ദിക്കുന്നത് ഒക്കെ നമ്മൾ കാണുകയാണ്. അതെ അതെ അതെ, അതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അവൻ അത്ര ഒരു ലെവലിലൊന്നും ക്രിക്കറ്റ് കളിക്കുന്നുള്ള ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ നല്ലൊരു ക്രിക്കറ്റർ ആകുമെന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അവൻ്റെ ആ ഒരു നാച്ചുറൽ ഇത് അവനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ടല്ലേ? ഇനിയിപ്പം കളികളൊക്കെ ഇനിയിപ്പം നോമ്പ് കഴിഞ്ഞതിന് ശേഷം കാണാൻ? അതെ, ഇൻഷാ അല്ലാ ഞാൻ നോമ്പ് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ കളികളൊക്കെ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് അവൻ ചെയ്തതെന്നൊക്കെ അറിയാൻ ഒരാഗ്രഹമുണ്ട്. വിഘ്നേഷ് വിളിക്കുകയോ അല്ല മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നോ? ഇല്ലല്ല, അവൻ കിട്ടിയപ്പോൾ എന്നോട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ IPL കിട്ടിയിട്ടുണ്ട് 3 മാസം മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നമ്മൾ കാണും, നമ്മൾ അങ്ങനെ ആഫ്രിക്ക പോയതും അതുപോലെ തന്നെ ബോംബെ പോയതും ഒക്കെ അവന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും പിന്നെ അല്ലാതെ ഇപ്പോൾ കളി നടന്നിട്ട് ഇതുള്ള മെസ്സേജ് എല്ലാവരുടെയും മെസ്സേജ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓൻ്റെ മെസ്സേജ് എന്തായാലും ഞാൻ കണ്ടിട്ടുമില്ല. തീർച്ചയായിട്ടും. അപ്പം വിഘ്നേഷ് ഇന്ന് വലിയ നേട്ടം കൈവരിക്കുമ്പോൾ അതിലേക്ക് നിമിത്തമായത് ഷെരീഫ് ഉസ്താദാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും വിഘ്നേഷ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഏതായാലും ഷെരീഫ് ഉസ്താദ് ഇപ്പോൾ മതപരമായ മേഖലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിലും വിഘ്നേഷ് ഒരു മികച്ച ക്രിക്കറ്റ് പ്ലെയറായി തന്നെ മുന്നോട്ട് പോകും. അത് അങ്ങനെ വന്നതിലേറെ സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് ഷെരീഫ് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ സന്തോഷം മീഡിയ വണ്ണൊപ്പം പങ്കുവയ്ക്കുന്നത്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ വൺ, തിരൂർ.